سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ സൂറത്തുൽ ബഖറയിൽ ബനു ഇസ്രായേലിനോട് അള്ളാഹു കൊടുത്ത ഒരു കൽപ്പനയും അവർ അതിനോട് കാണിച്ച അനുസരണക്കേടും അതിന് അള്ളാഹു അവർക്ക് നൽകിയ തിരിച്ചു നൽകുന്ന നടപടിയും ശിക്ഷാ നടപടിയും അതാണ് പറഞ്ഞു വരുന്നത്. ആ ഇന്നലെ നമ്മൾ പറഞ്ഞതിന് ശേഷമുള്ള ആയത്ത് നോക്കിക്കോളൂ. അവരോട് നാം സുജൂദ് ചെയ്തവരായി പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലേക്ക് പ്രവേശിക്കാനാണ് കൽപ്പിച്ചത്. പക്ഷേ എന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വസനസീദുൽ മുഹ്സിനീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നന്മ ചെയ്യുന്നവർക്ക് അധികം നൽകുകയും ഒരു ഓഫറും കൂടി വെച്ചു. പക്ഷെ അവർ ചെയ്തത് നേരെ തിരിച്ചാണ്. നോക്കിക്കോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. لا الآية. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. അർത്ഥം നോക്കിക്കോളൂ. ഫബദ്ദല ബദ്ദല എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലുള്ള പഴയ ഉമ്മമാരൊക്കെ പറയുന്നേക്കല്ല, ബദലാക്കുക, പകരമാക്കുക. അപ്പൊ ഫബദ്ദല അങ്ങനെ പകരമാക്കി, തബ്ദീല് ചെയ്തു, മാറ്റിമറിച്ചു. ഈ ബദ്ദല എന്നുള്ള വാക്ക് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസിന് മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു വാക്കാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ തന്റെ ഹൗദിന് മുന്നിൽ കൂടി നിൽക്കുന്ന തന്റെ ഉമ്മത്തിൽപ്പെട്ട ഹൗദ് വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം ചില ആളുകളെ മലക്കുകൾ പിടിച്ച് സൈഡിലേക്ക് വലിച്ചെറിയും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ സങ്കടത്തിലും വിഷമത്തിലും അള്ളാഹുവിനടുത്ത് പറയും, യാ റബ്ബി അസ്ഹാബി, റബ്ബേ എന്റെ ആൾക്കാരാണ്, ഞാൻ നൽകുന്ന ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ച് രക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറയപ്പെടുന്ന ഒരു വാക്കുണ്ട്, ലാ തദ്രി മാ അഹ്ദസു ബഅദക്. നബിയെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം അവരെന്തൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ച ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന് നിങ്ങൾക്ക് അറിയൂല. അങ്ങനെ ചെയ്ത ആൾക്കാരായത്, ബിദ്അത്ത് ചെയ്ത ആൾക്കാരാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ മുഖം മാറും. പിന്നെ പറയുന്നത് എന്താ അറിയോ? സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ, അല്ലെങ്കിൽ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം എന്റെ ദീനിനെ മാറ്റിത്തിരുത്തിയവർ ദൂരേക്ക് പോ എന്ന് പറഞ്ഞ് അവർ ആട്ടിയോടിക്കും. അതാണ് ബദ്ദല എന്ന് പറഞ്ഞത്, മാറ്റിത്തിരിച്ച. അവരങ്ങനെ ചെയ്തു. ബനൂ ഇസ്രായേല്
അള്ളാഹുവിന്റെ കൽപ്പനക്ക് നേരെ എതിര് പ്രവർത്തിച്ചു. അതാ പറഞ്ഞ ബദ്ദല. ഫബദ്ദല എന്നാൽ പകരമാക്കി അല്ലെങ്കിൽ മാറ്റിമറിച്ചു. ആര്? അല്ലദീന ളലമു അക്രമം പ്രവർത്തിച്ചവർ. ദുൽമായിട്ടാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹിന്റെ വാക്കിന് എതിര് കാണിക്കുന്നില്ല. അള്ളാഹു മാപ്പ് തരട്ടെ. ചില ആയത്തുകളൊക്കെ നമ്മൾ ഓതുമ്പോഴും അതിന്റെ തഫ്സീർ വായിക്കുമ്പോഴും നമ്മളെ മനസ്സ് വല്ലാണ്ട് പെടയും. ആ പെടച്ചിലൊന്ന് മരിക്കുന്നവരെ നിലനിന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. പിന്നെ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ, നമുക്കിപ്പോ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ഖുർആന്റെ തഫ്സീർ വായിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ഈമാനികമായ ഉണർവ്, ആ അവസ്ഥ, അത് ചിലപ്പം നിലനിന്ന് കിട്ടുന്നുണ്ടാവില്ല. നമ്മൾ പറയാറില്ലേ, ഓ ആ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു റാഹത്തായിരുന്നു, അല്ലെങ്കിൽ ആ ഖുർആൻ ഓതുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ഇത് പിന്നെ വരുന്നില്ല. അത് സ്വാഭാവികമായും മനുഷ്യന്റെ സ്വഭാവമാണ്. അതിൽ ടെൻഷൻ അടിക്കണ്ട. ചില സഹാബാക്കൾ ഈ പരാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞെങ്ങനെയാണ്? ഈമാൻ യസീദു വയൻഖുസ്, കൂടുകയും കുറയുകയും ചെയ്യുന്ന സാധനമാണ് ഈമാൻ. നമ്മളൊക്കെ ഈമാന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറയാന്നുള്ള സംഗതി ഇല്ല, കൂടുകയുള്ളൂ. മനുഷ്യന്മാർ നമ്മളങ്ങനെയല്ല, സാധാരണക്കാരങ്ങനെയല്ല. പക്ഷെ എന്ത് ചെയ്യണം? ഇത് കുറഞ്ഞിങ്ങനെ വറ്റിപ്പോവാതിരിക്കാനുള്ള പരിപാടികൾ ചെയ്തോളണം. അതാണ് ആഴ്ചകളുടെ ക്ലാസ്, പിന്നെ ഖുർആനോത്ത്, പിന്നെ അദ്കാറുകള്. ഇതൊക്കെ കുറഞ്ഞു പോവാതിരിക്കാൻ തീയിലേക്ക് ഊതുന്ന പോലെയാണ് ഈ നമ്മൾ ഈ കൊടുക്കുന്ന ഈമാന് കൊടുക്കുന്ന ഭക്ഷണം. പക്ഷെ എപ്പോഴും ദുആ ചെയ്യണം അല്ലാഹുവോട്, അല്ലാഹുവേ ഈമാൻ നല്ല മസ്ബൂത്താക്കി തന്നെ വെച്ച് തരണം. ഒരു ദുആ ഉണ്ടല്ലോ, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനെ, എന്റെ കൽബിനെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തി തരണമേ. ആ ദുആ എപ്പോഴും ഉണ്ടാവണം. അള്ളാഹു നമുക്കെല്ലാം അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ ദുൽമാണ് ശരിക്കും. വാക്ക് പാലിക്കാതിരിക്കലും എതിര് കാണിക്കലും ദുൽമാണ്. ദുൽമെന്ന് പറഞ്ഞാൽ നമ്മുടെ നഫ്സിനെ തന്നെ നരകത്തിലേക്ക് എത്തിക്കാനായി ചെയ്യുന്ന അക്രമമാണ്. നമ്മളോട് ചെയ്യുന്ന, നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ, അള്ളാഹു പറഞ്ഞു, ഒമാ ളലമഹുമുല്ലാഹു വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അള്ളാഹു ആരോടും ദുൽമ കാണിക്കുന്നില്ല. ദുൽമ് അവനവൻ സ്വന്തത്തിനോട് സ്വയം കാണിക്കുന്നതാണ്. ഫബദ്ദല എന്നാൽ പകരമാക്കി, അല്ലദീന ഒരു കൂട്ടം ആളുകൾ. ഓരോ വാക്കിന്റെ അർത്ഥം പറയാം. എങ്ങനെയുള്ളവരാണവർ? ദ്വലമു അവർ അക്രമം ചെയ്തു. അപ്പൊ അല്ലദീന ദ്വലമു ഒരുമിച്ചാ പറയണ്ടത്. അല്ലദീന ദ്വലമു അക്രമം ചെയ്തവർ പകരമാക്കി, ഖൗലൻ ഒരു വാക്കിനെ. അവര് പകരമാക്കിയത് ഒരു വാക്കാണ്. ഖൗലൻ ഒരു വാക്ക്. ഗൈറല്ലദീ ഖീല ലഹും, ഗൈറല്ലദീ ഒന്ന് അല്ലാത്ത. അർത്ഥം ശ്രദ്ധിക്കണേ. ഗൈറല്ലദീ ഒന്ന് അല്ലാത്ത, ഖീല പറയപ്പെട്ടു, ലഹും അവരോട്. അപ്പൊ ഒരുമിച്ച് വായിച്ച്, ഗൈർ എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നർത്ഥം. അല്ലദീ ഒന്ന്. ഗൈറല്ലദീ ഒന്നല്ലാത്ത. എങ്ങനെയുള്ള ഒന്ന്? ഖീല പറയപ്പെട്ടു. കാലയുടെ മാദി മജ്ഹൂലാണ് ഖീല. പറയപ്പെട്ടു, ലഹും അവരോട്. അപ്പൊ ആ ലഹും വെച്ച് ഇങ്ങോട്ടൊന്ന് അർത്ഥം വെച്ച്, അവരോട് പറയപ്പെട്ടതല്ലാത്ത ഒരു വാക്കിനെ അവർ പകരമാക്കി. അർത്ഥം മനസ്സിലായല്ലോ? ഫബദ്ദലല്ലദീന ളലമു അക്രമം ചെയ്തവർ പകരമാക്കി, ഖൗലൻ ഒരു വാക്കിനെ, ഗൈറല്ലദീ ഖീല ലഹും അവരോട് പറയപ്പെട്ടിട്ടില്ലാത്ത ഒരു വാക്കിനെ. അവരോട് പറഞ്ഞെന്താ പറയാൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇസ്രായേലിനോട് ആ നാട്ടിലേക്ക്, ആ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം എന്നാ പറഞ്ഞേ?
ഹിത്ത, 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 ഹിത്ത. അതെ, ഇസ്തിഗ്ഫാർ, ഹിത്ത. അവരുടെ ഭാഷയിൽ ഹിത്ത എന്ന് പറഞ്ഞാൽ ഇഗ്ഫിർ ലനാ ദുനൂബനാ. നഅം അഹ്സൻതും ബാറകല്ലാഹു ഫീക്കും എന്നാ പറയണമെന്ന് പറഞ്ഞത്. പക്ഷെ അതിനെ അവര് വേറെ ഒരു വാക്കിലേക്ക് മാറ്റി. അതാ ഉണ്ടായത്. അപ്പൊ അർത്ഥം എന്നുള്ളത് നോക്കിക്കോളൂ. ഫബദ്ദല എന്നാൽ അവർ പകരമാക്കി, മാറ്റി. അല്ല, അവരില്ലേ, ഫബദ്ദല എന്നാൽ അവർ, എന്നാൽ മാറ്റി, അല്ലദീന ളലമു അക്രമം ചെയ്തവർ. ബദ്ദലന്റെ ഫായിലാണ് അല്ലദീന ളലമു, അക്രമം ചെയ്തവർ മാറ്റി. ഖൗലൻ ഒരു വാക്കിനെ, ഗൈറല്ലദീ ഖീല ലഹും അവരോട് പറയപ്പെട്ടിട്ടില്ലാത്ത ഒന്നിനെ, എന്താണോ പറഞ്ഞത് അതല്ലാത്ത ഒരു വാക്കിനെ അവര് പകരമാക്കി. ഫഅൻസൽനാ അപ്പോൾ നാം ഇറക്കി. അള്ളാഹുവിന്റെ നടപടി വന്നു. ഫഅൻസൽനാ അപ്പോൾ നാം ഇറക്കി. അലല്ലദീന ളലമു അക്രമം ചെയ്തവരുടെ മേൽ. രണ്ടാമത്തെ പ്രാവശ്യം അള്ളാഹു ഉൽമു പറയുന്നത്. അള്ളാഹു നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ പ്രാവശ്യമാണ് അവരെ പറ്റി അള്ളാഹു പറയുന്ന അല്ലദീന ളലമു, അല്ലദീന ളലമു അവർ ദുൽമ ചെയ്തവരാണ്, അവർ അക്രമം ചെയ്തവരാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്നത് വേറെ കാര്യം, അത് ചെയ്യാതിരിക്കുന്നത് വേറെ കാര്യം. പക്ഷെ അതിന് പകരം വേറെ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഒരു കാര്യം അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അബദ്ധവശാൽ സാഹചര്യത്തിന് അടിമപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്തു പോയി, അതൊരു വിഷയം. അതല്ല, ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്തില്ല എന്നല്ല, അതിന് പകരം വേറെ ഒന്ന് എന്തോ ഒരു വാശി തീർക്കുന്ന പോലെ ചെയ്യുക, ഉൾട്ട ചെയ്യുക, അത് ധിക്കാരമാണ്. 2 പ്രാവശ്യം എന്ന് പറയുന്നത് ളലമു അവർ ചെയ്ത നിസ്സാര സംഗതിയല്ല, അക്രമം പ്രവർത്തിച്ചവർ. ഫഅൻസൽനാ അപ്പോൾ നാം ഇറക്കി, അലല്ലദീന ളലമു അക്രമം ചെയ്തവരുടെ മേൽ എന്തിറക്കി? റിജ്സൻ, റിജ്സുൻ കഠിനമായ ശിക്ഷ, കഠിനമായ ശിക്ഷ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ പ്രത്യേകത എന്താ അറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ അള്ളാഹു മൊത്തത്തിൽ അങ്ങ് ശിക്ഷിക്കൂല. ഇതേപോലെ അത് റസൂലിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നപ്പോ നമുക്ക് പേടിക്കേ വേണ്ടായിരുന്നു. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങൾ അവരുടെ കൂടെ ഉള്ള സമയം ഞാൻ അവരെ ശിക്ഷിക്കൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പിന്നെന്താ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത? അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളവും ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരൊരു കാര്യം മനസ്സിലാക്കി വെച്ചോളേ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളേ. വലിയ ഒരു പരിചയാണ് ഇസ്തിഗ്ഫാർ. ഭയങ്കരമായ ഒരു കോട്ടവാതിലാണ്. അള്ളാന്റെ വഅദയാണ് ഖുർആനിൽ. ഞാൻ അവരെ അദാബ് ചെയ്യൂല, ഞാൻ അവരെ ശിക്ഷിക്കൂല. വഹും യസ്തഗ്ഫിറൂൻ അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. ഇപ്പൊ ജീവിതത്തിലെ എന്ത് ഷർറിനെയും തടയാൻ ഉള്ള പരിചയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. രാവിലെ വൈകുന്നേരം 100 പ്രാവശ്യം എന്തായാലും പറയണം. അതല്ലാതെ തന്നെ അടുക്കളയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും വെറുതെ പറയാനോ നാവുണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഭയങ്കര പരിചയമാണ്. പക്ഷെ ഇവർക്ക് അല്ലാഹു ആ നിഅമത്ത് കൊടുത്തിട്ടില്ല. ബനൂ ഇസ്രായീൽ. അപ്പോൾ നാം ഇറക്കി അലല്ലദീന ളലമു ആ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ റിജ്സൻ കഠിനമായ ശിക്ഷ. എവിടുന്ന ഇറക്കിയത്? മിനസ്സമാഇ ആകാശത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ മുകളിൽ നിന്ന്. ഈ സമാ എന്ന വാക്കിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോളൂ. സമാ എന്ന് പറഞ്ഞാല് മുകൾ ഭാഗം എന്ന അർത്ഥത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനില് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഫഅൻസൽനാ മിനസ്സമാഇ മാഅ, വെള്ളം ആകാശത്തു നിന്നാണോ വരുന്നത്? ആണോ?
വെള്ളം വരുന്ന ഇടുന്ന ഒന്ന് പറഞ്ഞ് എന്റെ കൂടെ ഉണ്ടോ നോക്കട്ടെ. വെള്ളം വരുന്നത് ആകാശത്തിൽ നിന്നാണോ? ക്ലോഡ്സ്, മേഘങ്ങളിൽ നിന്നാണ്. കാർമേഘം ന്നല്ലേ വെള്ളം വരുന്നത്, ആകാശത്തു നിന്നല്ല. പക്ഷെ ഖുർആനിൽ പറയുന്നു അൻസൽനാ മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് ഞാൻ വെള്ളം ഇറക്കി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന്. അവിടെ ഈ കാണുന്ന ആകാശത്തു നിന്നല്ല അതിന്റെ അർത്ഥം. മിനസ്സമ, മുകളിൽ നിന്ന് നാം വെള്ളം ഇറക്കിയത് അതിന്റെ അർത്ഥം. മുകൾ ഭാഗം എന്നാണ് അർത്ഥം സമാഇൻ. അപ്പൊ ഇതും ആകാശത്തിൽ നിന്ന് നാം അദാബിനെ ഇറക്കി, അഥവാ അള്ളാഹുവിൽ നിന്ന് എന്നൊരർത്ഥം പറയാം. കാരണം അള്ളാഹു ഉള്ളത് ആകാശത്തിന്റെയും മുകളിലാണ്. അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള ഒരു ശിക്ഷ നാം ഇറക്കി. ബിമാ കാനൂ യഫ്സുഖൂൻ, അർത്ഥം മനസ്സിലാക്കി. ബിമ, ഒരു കാരണം കൊണ്ട്. ബാബ് സബബിയാണ്, കാരണം എന്നാണ് ആ വായിനർത്ഥം. ബിമ, ഒരു കാരണം കൊണ്ട്. കാനു, അവരായിരുന്നു. ഒരു വാക്കിന്റെ അർത്ഥം ശ്രദ്ധിച്ചോ. കാനു, അവർ ആയിരുന്നു, അഥവാ ബിമാ കാനു, അവർ ആയിരുന്നത് കാരണത്താൽ, അല്ലെങ്കിൽ അവർ ആയിരുന്നത് കൊണ്ട്. എന്തായിരുന്നത് കൊണ്ട്? യഫ്സുഖൂൻ, തോന്നിവാസം ചെയ്യുന്നവർ. ഫിസ്ക്, അള്ളാഹു എന്നെ നിനക്കാക്കട്ടെ, എല്ലാം മാപ്പാക്കി തരട്ടെ. യഫ്സുഖൂൻ, തെമ്മാടിത്തരം കാണിക്കുക, തോന്നിവാസം ചെയ്യുക. ഇതൊക്കെ ആ വാക്കിനർത്ഥം. ധിക്കാരം പ്രവർത്തിക്കുക, ഫാസിഖ്, ധിക്കാരി, തെമ്മാടി, തോന്നിവാസി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. ഖുർആനിൽ പല പ്രാവശ്യം വന്നിട്ടുള്ള ഒരു വാചകമാണ് ഈ ഫിസ്ക്, ഫാസിഖ്, യഫ്സുഖു എന്നൊക്കെ. തെമ്മാടിത്തരം. ഇത് ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു വെറുപ്പിന്റെ വാക്കല്ലേ. അള്ളാഹ് അടിമകളെ വെറുക്കുന്നവനല്ല, പക്ഷെ അടിമ ചെയ്ത പ്രവൃത്തിയെ അള്ളാഹു ശരിക്കും വെറുക്കുന്നുണ്ട്. പക്ഷെ അവന്റെ റഹ്മത്ത് എവിടെയാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഇത്ര ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞ ഈ പ്രവൃത്തിയും ചെയ്തവനോട് അള്ളാഹുവിന് എന്തില്ല? അങ്ങനത്തെ ഒരു ദേഷ്യമില്ല. അവനും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പറ്റിപ്പോയി റബ്ബേ. അപ്പൊ അള്ളാഹ് പറയും, എന്നാ പിന്നെ നീയും വാ, നിന്നെ ഞാൻ മോശമാക്കുന്നില്ല, നീ വരി. വസിഅത് റഹ്മതി കുല്ല ഷൈ, അള്ളാഹ് പറഞ്ഞതാണ്, എന്റെ റഹ്മത്ത് എല്ലാത്തിനേക്കാളും വിശാലം. യാ റബ്ബി ഇൻ അദമതു ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅദമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമൂ. സുബ്ഹാനല്ലാഹ്. യാ റബ്ബി ഇൻ അദമതു ദുനൂബി കസറതൻ, ഏ റബ്ബേ, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്ര വലിയ തെറ്റുകളാണെങ്കിലും, അതെത്രത്തോളം വലുതാണെങ്കിലും, ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅദമു, എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ നിന്റെ അടിമകളോട് കാണിക്കുന്ന വിട്ടുവീഴ്ച അതിനേക്കാളും വലുതാണെന്ന്. സത്യമല്ലേ? നമ്മൾ ചെയ്ത തെറ്റിങ്ങനെ ആകാശം മുട്ട വെച്ചു, അതിന്റെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ അഫ്വ. ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു, നിന്റെ അടുത്തേക്ക് വരാനും യാചിക്കാനും പ്രാർത്ഥിക്കാനും പാപമോചനം തേടാനും നല്ലവർക്ക് മാത്രമേ അവസരമുള്ളൂ എങ്കിൽ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു, എന്നെ പോലത്തെ തോന്നിവാസികളും തെറ്റുകാരും എങ്ങോട്ടാ പോയി മാപ്പ് ചോദിക്കുക റബ്ബേ? മാഷാ അല്ലാഹ്, നല്ലൊരു വാക്ക്. അള്ളാന്റെ ആഫു എല്ലാത്തിന്റെയും മോള്. അതുകൊണ്ട് തന്നെ അല്ല ഈ ചെയ്ത പ്രവൃത്തിയെ വല്ലാണ്ട് പറയുന്നുണ്ട്. പക്ഷെ ആ ചെയ്ത ആളുകൾ തിരിച്ചു വന്നാൽ അള്ളാഹു എടുക്കാനും ചെയ്യണം. നമ്മളും അങ്ങനെ ആവണം. ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്ക്. നമ്മളും അങ്ങനെ ആവണം. ഒരാള് തെറ്റ് ചെയ്താൽ ആ തെറ്റിനെയാ വെറുക്കണ്ടേ, അയാളല്ല. നമ്മളാരാ വെറുക്കല്? അയാളെ നമ്മളൊന്ന് തള്ളി, ശരിയല്ല. പക്ഷെ ആ തെറ്റിനോട് നമുക്ക് വിയോജിപ്പുണ്ട്, വെറുപ്പുണ്ട്, നമുക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ അയാളെ ഉപദേശിക്കണം, നസീഹത്ത് ചെയ്യണം.
രഹസ്യമായി പറയേണ്ടടുത്ത് രഹസ്യമായി തന്നെ പറയണം. ഇന്ന ആളാണ്, അയാളെ മനസ്സിലാക്കി അയാളോട് എന്ത് വാക്കാ പറയുക, അയാളോട് എങ്ങനെ സംസാരിക്കുക, അത് മനസ്സിലാക്കി സംസാരിക്കണം. അയാളെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അങ്ങനെ തള്ളിക്കളയുന്നു? അയാളെ തെറ്റ് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് ഒഴിവായി തിരിച്ചു വരികയാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. പറഞ്ഞു വന്നത് ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ധിക്കാരം അല്ലെങ്കിൽ തെമ്മാടിത്തരം പ്രവർത്തിക്കുന്നവർ, തോന്നിവാസികൾ ആയിരുന്നത് കാരണത്താൽ, ബിമാ കാനൂ അവരായിരുന്നത് കാരണം കൊണ്ട്, യഫ്സുഖൂൻ അവർ തോന്നിവാസം കാണിക്കുന്നവർ ആയതുകൊണ്ട് ആകാശത്തിൽ നിന്ന് നാം അദാബിനെ, കഠിന ശിക്ഷയെ അവരുടെ മേൽ ഇറക്കി. ഒന്നുകൂടെ നോക്കോ. ഫബദ്ദല എന്നാൽ പകരമാക്കി, അല്ലദീന ളലമു അക്രമം പ്രവർത്തിച്ചവർ, ഖൗലൻ ഒരു വാക്ക്, ഗൈറല്ലദീ ഖീല ലഹും അവരോട് പറയപ്പെട്ടിട്ടില്ലാത്ത ഒരു വാക്ക്, ഫഅൻസൽന അപ്പോൾ നാം ഇറക്കി, അലല്ലദീന ളലമു അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ, റിജ്സൻ കഠിന ശിക്ഷയെ, മിനസ്സമായി ആകാശത്തിൽ നിന്ന്, ബിമാ കാനൂ അവരായിരുന്നത് കാരണം കൊണ്ട്, യഫ്സുഖൂൻ അവർ തോന്നിവാസം കാണിക്കുന്നവർ ആയതുകൊണ്ട്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. തിലാവത്ത് ശ്രദ്ധിച്ചോളൂ. ദാലിന് ശദ്ദുണ്ട്, കുറച്ച് കട്ടി കൂട്ടി. അവിടെയും ലാമിന് ശദ്ദുണ്ട്. ദാല് പറയുമ്പോ ശ്രദ്ധിച്ചു പറയാം. അതേപോലെ ശ്രദ്ധിച്ചു പറയാനുള്ളതാണ്. സിഫാത്തുകളൊക്കെ ഒപ്പിച്ച് കൃത്യമായിട്ട് പറയണം. ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ എന്റെ ഈ ഒരു ക്ലാസ്സിൽ കൂടി നിങ്ങൾ പഠിത്തം നിർത്തരുത്. നല്ല ഖാരികളുടെ തജ്വീദ് നന്നായിട്ട് അറിയാവുന്ന ആളുകളിൽ നിന്ന് തജ്വീദ് കുറച്ചുകൂടി പഠിച്ച് മനസ്സിലാക്കി ഖിറാഅത്ത്, തിലാവത്ത് ശരിയാക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അതിൽ പരിമിതിയുള്ള ഒരു ഉസ്താദാണ്. ബറക്കല്ലാഹു ഫീക്കും. فبدل الذين ظلموا قولا قاف ശ്രദ്ധിക്കണം. فبدل الذين ظلموا قولا غير قولا ഇദ്ഹാർ. നഅം ബറക്കല്ലാഹു ഫീക്കും. തൻവീന് ശേഷം പിന്നെ ഗൈൻ, പിന്നെ ഹൽക്കിന്റെ അക്ഷരമായ ഗൈൻ വന്നതുകൊണ്ട് അവിടെ വെളിവാക്കി വ്യക്തമാക്കി ഓതണം. ബറക്കല്ലാഹു ഫീക്കും. ഖൗലൻ ഗൈറ, അവിടെ റാ മഫ്തൂഹാണ്. അപ്പൊ എങ്ങനെ ഓതണം? തഫ്ഹീം ചെയ്ത് കനപ്പിച്ച് ഗൈറ ഗൈറ. فبدل الذين ظلموا قولا غير الذي ലാമിന് ശദ്ദുണ്ട്. غير الذي قيل لهم ഖാഫ് ശ്രദ്ധിക്കണം. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا. രണ്ട് നിയമങ്ങൾ. ഒന്ന് ഇദ്ഹാർ ശഫവി. സെൻതു ബറക്കല്ലാഹു ഫീക്കും. ലഹും ഫ, സാക്കിനായ മീമിന് ശേഷം ഫ വന്നു. ലഹും ഫ. പിന്നെ ഇഖ്ഫ, സാക്കിനായ നൂന് ശേഷം സ വന്നതുകൊണ്ട് ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഒന്നുകൂടെ നോക്കിക്കോ. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا ശരിക്കും വ്യക്തമാക്കേണ്ട അക്ഷരമാണ്. فأنزلنا على الذين عين ശ്രദ്ധിക്കണം. على الذين ظلموا رجزا റായിന് കെസറാണ്, തർക്കീഖ്. നഅം റിജ്സൻ എന്ന് പറയൂല, റിജ്. പിന്നെ അതിന് ശേഷമുള്ള ജീം സുക്കൂൻ. പിന്നെന്താണ്? ഖൽഖല. നഅം റിജ്. പിന്നെ സായാണ് റിജ്സൻ.
അത് കഴിഞ്ഞിട്ടോ റിജിസം ഇദ്ഗാം ബിഗുന്ന, തൻവീനു ശേഷം മീം വന്നതുകൊണ്ട് അവിടെ മണിച്ച് ഇദ്ഗാം ചെയ്യണം. എന്നോട് ചോദിക്കോ على الذين ظلموا رجزا من السماء بما മദ് മുത്തസിൽ. ഈ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയില്ല, ക്ലാസ്സിന് ശേഷം പറയാം. മദ് മുത്തസിൽ, മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ അതേ വാക്ക് തന്നെ വന്നതുകൊണ്ട് അവിടെ നിർബന്ധമായും 3-4 ഹർക്കത്ത് നീട്ടണം. 5 or 6 വരെ ആവാം. അപ്പൊ എങ്ങനെ ഓതും? فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. يفسو മഹ്മൂസായ ഹർഫുകൾ അറിയില്ലേ? മഹ്മൂസ് അല്ല മഹ്മൂസ്. അറിയുന്നവരൊന്ന് കൈവോക്കി. ഹംസിന്റെ ആ സിഫത്ത് ബാധകമാകുന്ന മഹ്മൂസിന്റെ അക്ഷരങ്ങൾ ഇല്ല. 7 അഹ്സൻത് ബറക്കല്ലാഹു ഫീക്. അതൊക്കെ അറിയാവുന്ന ആളുകൾ എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ അതീവ സന്തോഷവാനാണ്. ബറക്കല്ലാഹു ഫീക്കും. അത് നിങ്ങളെ ലേഡീസിന്റെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ തജ്വീദിന്റെ, അതൊന്ന് ചർച്ചയാക്കണേ ഇൻഷാ അല്ലാഹ്. ഹംസിന്റെ അക്ഷരങ്ങൾ ഏർപ്പെട്ടതാണല്ലോ ഇഫ. ഖൈർ, ശ്രദ്ധിച്ചോളൂ. പഠിക്കാനും അന്വേഷിക്കാനും വേണ്ടി ഇടക്കൊന്ന് ഇട്ടെന്നതാണ്. നോക്കട്ടെ ആരൊക്കെ അന്വേഷിച്ച് ആരൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ച് നോക്കിയിട്ട് പറയാം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. ശരി. എന്താ നിയമം? മദ് ആരിൽ സുക്കൂൻ, നീട്ടി വഖഫ് ചെയ്യണം. ഓദിക്കോ. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. ഇതാണ് ഈ ആയത്ത് ഓതേണ്ടുന്ന രീതി. ശരിക്കും കേൾക്കണം, പഠിക്കണം, മഷ്ക് ചെയ്യണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും പരിശുദ്ധ ഖുർആന്റെ തിലാവത്ത് മാധുര്യമുള്ളതാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കേൾക്കാൻ ഇമ്പമുള്ള, നമ്മൾ മുമ്പും പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഓതുന്നത് എന്ന ഒരു മാനസികാവസ്ഥ വരുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളാക്കി അള്ളാഹു എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഖൈർ. അപ്പൊ എന്താ സംഭവം? അവരോട് എന്താ പറഞ്ഞത്? വഖൂലു ഹിത്ത എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ പ്രവേശിക്കാൻ. പക്ഷെ അവര് പറഞ്ഞെന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരതിനെ മാറ്റി. എന്നിട്ട് അവര് പറഞ്ഞത് ഹിൻതത്തുൻ ഫീ ശഅറ, ഗോതമ്പ് മണി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പ്രവേശിച്ചത്. ഹിത്ത, ഹിൻത, അതാണ് അവര് മാറ്റിയത്. പറയാൻ പറഞ്ഞത് ഹിത്തത്തുൻ, പുറത്തിറണേ. അവര് മാറ്റി എങ്ങോട്ട? ഹിൻതത്തുൻ, ഗോതമ്പ്. അത് വല്ലാത്ത ഗുരുത്തക്കേടാണ്. പറയാതെ പ്രവേശിച്ചെങ്കിൽ ചിലപ്പോൾ അള്ളാഹുവിന്റെ ഇത്ര കഠിനമായ നടപടി വരൂലായിരിക്കാം. പക്ഷെ അവരെന്ത് ചെയ്തു? പറഞ്ഞ ഇതിനെ നേരെ ഉൾട്ടയാക്കിയിട്ട് പറഞ്ഞു ഹിൻതത്തുൻ ഫീ ശഅറ, ഹിൻതത്തുൻ ഫീ ശഅറ എന്ന് മാത്രമല്ല, എങ്ങനെയാ പ്രവേശിക്കാൻ പറഞ്ഞത്? സുജ്ജദൻ, സുജൂദ് ചെയ്തുകൊണ്ട് വേണം ആ നാട്ടിലേക്ക് കയറാൻ. ഇവരെന്താ ചെയ്തെന്നറിയോ? എന്നെ നോക്കി, എല്ലാരും എന്നെ നോക്ക്. സുജൂദ് ഇങ്ങനെയല്ലേ ചെയ്തിട്ട് പോകേണ്ടത്. ഇവര് നേരെ ഇങ്ങനെ ഇരുന്നു, ചന്തി തറയിൽ ഉറപ്പിച്ചിരുന്നിട്ട് ഇങ്ങനെ തുള്ളി ഒരുതരം പരിഹസിക്കുന്ന, കളിയാക്കുന്ന തരത്തിലാണ് അവർ പ്രവേശിച്ചത്. മനസ്സിലല്ലേ? തുള്ളി പോവാ, ചന്തി തറയിൽ അടിച്ചടിച്ചിട്ട് പോവാ. അതൊരു പരിഹാസം പോലെ. നീ എന്ത് പറഞ്ഞാലും നമുക്കൊന്നൊരു വിഷയമല്ല. നമ്മുടെ ഈ രാജ്യത്തെത്തി ഇനി നമ്മളെന്നെ ആൾക്കാർ ഒരു തരം അഹങ്കാരത്തിന്റെ രീതിയിലാണ് അവര്
ഉലമാക്കൾ പറഞ്ഞു ഇവിടെ രണ്ട് ഗുരുതരമായ പ്രശ്നമാണ് ബനൂ ഇസ്രായേലിന് വന്നത്. ഒന്ന്, അവരെടുത്ത് അള്ളാഹു പറയാൻ പറഞ്ഞ വാക്കിനെ അവർ മാറ്റി. ഹിത്ത എന്ന് പറയുന്നിടത്ത് ഹിൻതത്തുൻ ഫീ ശഅറ എന്ന് പറഞ്ഞു. രണ്ട്, ചെയ്യാൻ പറഞ്ഞ പ്രവൃത്തിയെ അവർ ചെയ്തില്ല എന്നല്ല, മറിച്ച് പകരം ഒരു പ്രവൃത്തിയാക്കി മാറ്റി. ചിലവാക്കൾ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അവര് കൗലിൻ ആ പറഞ്ഞത് ചിലപ്പം അള്ളാഹു മാപ്പ് ചെയ്ത് കൊടുത്തേക്കാം, പക്ഷെ അവര് പ്രവർത്തിച്ച കുരുത്തക്കേട് അത് അള്ളാഹു പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. ഞാൻ ബനൂ ഇസ്രായേലിന്റെ ഗൗരവം അറിയാൻ വേണ്ടി പറയുന്നല്ലാട്ടോ, ഞാൻ എന്റെ നഫ്സിനോട് പറയുന്ന പോലെ പറയാണ്. ബനൂ ഇസ്രായേലിനെ അള്ളാഹു അങ്ങനെ ചെയ്തു എന്ന കഥ കേൾപ്പിക്കാനല്ല. അത് നമ്മളെടുത്ത് വന്നാൽ ആ റബ്ബ് നമ്മളെയും ചിലപ്പോ അങ്ങനെ ആക്കിയേക്കാം എന്ന ഒരു താക്കീതാണ്. കൗല് മാറ്റി എന്നല്ല, പ്രവൃത്തിയും മാറ്റി. സുജൂദിൽ കിടന്നിട്ട് പോവാൻ വേണ്ടി പറഞ്ഞവർ ചന്തിമ്മ ഇരുന്നിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി പരിഹസിച്ച് കളിയാക്കിക്കൊണ്ടങ്ങോട്ട് പ്രവേശിച്ചു. എല്ലാരും അല്ല. അവിടെ എന്ത് പറഞ്ഞത്? അപ്പോൾ നാം ഇറക്കി അലല്ലദീന ദലമു, ഈ കുരുത്തക്കേട് ചെയ്തവരാരാണോ അവരുടെ മേൽ നാം ഇറക്കി റിജ്സൻ, കഠിനമായ ശിക്ഷ. ആ കഠിനമായ ശിക്ഷ എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ ഹദീസുകളിൽ നിന്നും വ്യക്തമാവുന്നത്, ഒന്നുകിൽ കഠിനമായ എന്തെങ്കിലും ശിക്ഷ, മുകളിൽ നിന്ന് വന്ന എന്തെങ്കിലും ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശക്തമായ കോപത്തിന് അവർ അർഹരായി. അതുമല്ലെങ്കിൽ പകർച്ചവ്യാധി പരന്നു, മാരകമായ രോഗം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. താഊൻ പകർച്ചവ്യാധി. ഇപ്പൊ നമ്മൾ കൊറോണ എല്ലാം കഴിഞ്ഞു പോയില്ലേ, പണ്ട് വസൂരി പോലത്തെ പകർച്ചവ്യാധികൾ. ഈ താഊനുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെയോ? റിജ്സുൻ അദാബുൻ ഉദ്ദിബ ബിഹി മൻ കാന ഖബ്ലകും, അത് നിങ്ങൾക്ക് മുമ്പ് വന്ന ആളുകൾ ശിക്ഷിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഒരു റിജ്സാണ് എന്നാണ് ഈ പകർച്ചവ്യാധിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ശരിക്കും അത് വരുമ്പം അതൊരു അദാബായി വന്നതാണെന്ന് മനസ്സിലാക്കണം. കൊറോണ ഒക്കെ വന്നപ്പോ എന്തായിരുന്നു നമ്മളെ അവസ്ഥ? എന്തായിരുന്നു മനുഷ്യന്മാരുടെ ശ്രദ്ധ, പേടി? സുബ്ഹാനല്ലാഹ്, ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കി. ഭക്ഷണമില്ല, തിന്നാനില്ല. ഓഹോ, അത് നമ്മൾ ആ കണ്ട പരിധിക്ക് അപ്പുറത്തേക്ക് എങ്ങാനും അള്ളാഹു നീട്ടിയിരുന്നെങ്കിൽ എല്ലാരും പ്രയാസമില്ലേ? ഗൾഫ് പൂട്ടി, പൈസ വരുന്നില്ല, വീടുകളിലുള്ള ഭക്ഷണം കിട്ടാനില്ല, ഉള്ളിടത്ത് തന്നെ അടിയും പിടിയും. സുബ്ഹാനല്ലാഹ്. റിജ്സുൻ അദാബുൻ ഉദ്ദിബ ബിഹി മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് വന്നവരെ അള്ളാഹു ശിക്ഷിക്കാൻ ഉപയോഗിച്ച ഒരു റിജ്സാണ് പകർച്ചവ്യാധി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അങ്ങനത്തെ എല്ലാം വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്തോ കുരുത്തക്കേട് നമ്മളെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. വെള്ളപ്പൊക്കം, ഇപ്പൊ നാട്ടിൽ പലയിടത്തും വെള്ളം കയറി, ഉരുൾപൊട്ടല്. ഈ വെള്ളവും മലയും കടലും മരങ്ങളൊക്കെ അള്ളാന്റെ മഖ്ലൂക്ക് അടിമകളല്ലേ? അള്ള പറയുന്ന പോലെ കേൾക്കുന്നവരാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമി തകിടം മറിയുകയും അതിന്റെ ഉള്ളിലുള്ളതിനൊക്കെ പിടിച്ചു പുറത്തിടുകയും കോലം മാറുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തു പറ്റി, എന്തു പറ്റി? ബിഅന്ന റബ്ബക ഔഹാ ലഹാ, നിന്റെ റബ്ബ് ഭൂമിക്ക് കൽപ്പന കൊടുത്തതാണ്. കാരണം ഭൂമി അള്ളാന്റെ സൃഷ്ടിയാണ്, പറയുമ്പോൾ അനുസരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിലേക്ക് കുറെ അടുക്കണം, മടങ്ങണം. ഓരോ റിവായത്ത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ കമാ ഖാല റസൂലുള്ളാഹി ഇന്ന ഹാദൽ വജഅ വസ്സഖമ റിജ്സുൻ ഉദ്ദിബ ബിഹി ബഅദുൽ ഉമമി ഖബ്ലകും. മാനസികമായ വേദന, ടെൻഷൻ കൊണ്ട് ശിക്ഷിക്കപ്പെടുക. മഹ്മൂം, എപ്പോഴും വേദനയോട് വേദന, ഒന്ന് ചിരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ആൾക്കാരോട് നല്ല നിലക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, കുടുംബത്തിനോട് സന്തോഷത്തോടെ ഇടപഴകാൻ കഴിയുന്നില്ല. വേദന മനസ്സിനോ ശരീരത്തിനോ എന്തായാലും. സഖം, രോഗം മാറുന്നേയില്ല. കാരണങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല.
എപ്പോഴും രോഗം. ആദ്യം ഭർത്താവ് രോഗിയാവും, കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് സുഖാകുമ്പോക്ക് മൂത്ത മോന് അസുഖമായി, അത് കഴിയുമ്പോക്ക് പിന്നെ ഉമ്മക്ക് അസുഖമായി. ഇതെല്ലാം കാണുമ്പോക്ക് നേരെ ആരെങ്കിലും കണ്ടുകൊണ്ടോ ആരെങ്കിലും സിഹർ ചെയ്തോ അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് സംതിങ് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായോ എന്നായിരിക്കണം ആദ്യം ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായി ഞങ്ങൾക്ക്? നമ്മളിപ്പം ആദ്യം വൈഫിന് അസുഖമായി, പിന്നെ നോക്കുമ്പോക്ക് മോള് അസുഖം, പിന്നെ നോക്കുമ്പോക്ക് മോന്റെ കുട്ടിക്ക് അസുഖം, പിന്നെ നോക്കുമ്പോക്ക് ഉമ്മാമക്ക് അങ്ങനെ. അപ്പൊ നമ്മൾ പറയും ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കാം, പക്ഷെ അള്ളാഹു അതൊന്നും ഇല്ലാണ്ട് കാക്കട്ടെ നമ്മളെല്ലാരെയും. രാവിലത്തെ വൈകുന്നേരമൊക്കെ അദ്കാറൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കുക. ബഖറ ഓതുക, ഫാത്തിഹ, മുഅവ്വദതൈൻ, ഇഖ്ലാസ് ഇതൊക്കെ കൃത്യമായിട്ട് ഓതുക. അല്ലാമ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, രാത്രി ഉറങ്ങാൻ സമയത്ത് സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, ഫലഖും നാസും 3 പ്രാവശ്യം, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് 3 പ്രാവശ്യം, ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ അസ്സമീഉൽ അലീം 3 പ്രാവശ്യം കയ്യിലൂതുക, തടകുക, കിടക്കുക. അതൊരു കവചമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വെറും അത് മാത്രമായിരിക്കൂല പ്രശ്നം. പ്രശ്നം എന്തുണ്ടാവും അറിയോ? നമ്മൾ ചെയ്ത എന്തോ തെറ്റിന്റെയോ കുരുത്തക്കേടിന്റെയോ ഈ പറഞ്ഞ ഫിസ്ക് പോലത്തെ കാര്യത്തിന്റെയോ പേരിൽ വരുന്ന നടപടിയുമാവാം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വേദനയും ഈ രോഗവും ഒക്കെ നിങ്ങൾക്ക് മുമ്പ് വന്ന പലരും റിജ്സുൻ ഉദ്ദിബ ബിഹി ബഅദുൽ ഉമമി ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് വന്ന ആളുകളിൽ പലരും ശിക്ഷിക്കപ്പെട്ട നടപടിക്രമങ്ങളാണ് ഈ അസുഖവും ഈ പോലത്തെ സംഗതികളും. എന്തായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബനു ഇസ്രായീലിനെ, ആ തോന്നിവാസികൾ, അവരിൽ നിന്ന് തോന്നിവാസം ചെയ്ത അവരെ ആകാശത്തിൽ നിന്നും ഈ പറയപ്പെട്ടത് എന്തോ നൽകി ശിക്ഷിക്കുകയും ചെയ്തു. നമ്മളെ അത് കേൾപ്പിച്ചു തന്നു, അങ്ങനെ ആവരുത്, ശിക്ഷക്ക് കാരണക്കാരാവരുത് എന്ന് താക്കീത് ചെയ്യാൻ. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് ശേഷം അള്ളാഹു ഇസ്രായേലുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ ആരോ കൈപൊക്കിയതിന്റെ ഇടയിൽ എന്തെങ്കിലും പറയാനാണോ ചോദിക്കാനാണോ? ആരാണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നാവാം. ഇല്ല. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നാളെ നടക്കുന്ന നമ്മുടെ ഫിഖഹിന്റെ ക്ലാസ്സിലും പങ്കെടുക്കാൻ ശ്രമിക്കണം, മറന്നു പോകണ്ട ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.